بسم الله الرحمن الرحيم والوحش والأشجار فسجدت له وعليه قد سلمنا بعد تشهدي. മങ്കൂസ് മൗലിദിലെ ഒരു വരിയാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. വൽ വഹ്ശു വൽ അസ്ജാറു ഖസ്സജദത് ലഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിഞ്ഞ് നിബിതങ്ങൾക്ക് ജീവികൾ, മരങ്ങൾ, കല്ലുകൾ ഇവകളെല്ലാം വണങ്ങിയിട്ടുണ്ട്, തങ്ങളെ ആദരിച്ചിട്ടുണ്ട്. ഖസ്സല്ലംന, ആ ജന്തു ജീവജാലങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ അചേതനമെന്ന് വിളിക്കുന്ന വസ്തുക്കൾ, അതെല്ലാം സലാം ചൊല്ലിയിട്ടുണ്ട്. അതാണ് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം. ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്ത്? ഇന്നി അരിഫു ഹജറൻ യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ്. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഒരു നബിയായി അയക്കപ്പെടുന്ന ആ ഒരു സന്ദർഭം, അതിനു മുമ്പ് തന്നെ എനിക്ക് സലാം പറയുന്ന കല്ലുകൾ എനിക്കറിയാം. ആരാത് പറയുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഖബ്ല അൻ ഉബ്അസ, ഞാൻ നബിയായി അയക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുകൾ, അത് ഏത് പോയിന്റിലാണ്, എവിടെയാണ്? ഇന്നി അരിഫു എന്നാ പറഞ്ഞത്. ആ കല്ലുകളെ കൃത്യമായി എനിക്ക് അറിയാം എന്ന്. അപ്പോൾ നോക്കൂ, ഈ ഭൂമി, ഈ ആകാശം, ഈ മണ്ണ്, ഈ വിണ്ണ്, ഇതെല്ലാം പ്രത്യേകമായ, അതേത് ഭാഷയിലാണ്, ഏത് ശബ്ദത്തിലാണ്, അതിൻ്റെ ലാംഗ്വേജ് എന്താണ് നമുക്ക് അറിയില്ല. അവയെല്ലാം കൃത്യമായി സംസാരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്ക്, അതല്ല എങ്ങനെ നടക്കും എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് വിശുദ്ധ ഖുർആൻ അവന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ആ ഖുർആനിൽ സൂറത്തു നംല് എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. എന്താണ് നംല് എന്ന് പറഞ്ഞാൽ? അത് ഉറുമ്പാണ്, ഏറ്റവും ചെറിയൊരു ജീവി, നാം നിസ്സാരമായി കാണുന്ന ഒരു ജീവി. എന്നാൽ ആ സൂറത്തു നംലിൽ അള്ളാഹു പറയുന്നത് എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സൈന്യവുമായി ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കടന്നുവരവ്, അത് ദൂരെ നിന്നും വീക്ഷിച്ച ഒരു കുഞ്ഞു ഉറുമ്പ്, ആ ഉറുമ്പ് തൻ്റെ അനുയായികളോട് ഒരു അലർട്ട് കൊടുക്കുകയാണ്. എന്താണ് അലർട്ട്? ഒരു ആഹ്വാനം. ഇതാ സുലൈമാനും കൂട്ടരും വരുന്നുണ്ട്, അവരുടെ കാലിൻ്റെ അല്ലെങ്കിൽ ബൂട്ടിൻ്റെ അടിയിൽപ്പെട്ട് നിങ്ങൾ ചതഞ്ഞരഞ്ഞു പോകും. അതിനു മുമ്പ് നിങ്ങളെല്ലാം നിങ്ങളുടെ സങ്കേതങ്ങളിലേക്ക്, ആവളങ്ങളിലേക്ക്, കൂടുകളിലേക്ക് നിങ്ങൾ അഭയം തേടണം, അല്ലെങ്കിൽ മാറി നിൽക്കണമെന്ന ഒരു സന്ദേശം. ഇവിടെ ജീവികൾ എങ്ങനെയാണ് ഒരു പ്രവാചകന്റെ വരവിനെ തിരിച്ചറിയുന്നത്? ഒരു ജീവിക്ക് എങ്ങനെയാണ് ഒരു പ്രവാചകൻ തൻ്റെ സൈന്യവുമായി വരുന്നത് എങ്ങനെ കാണാൻ കഴിയുന്നു, അറിയാൻ കഴിയുന്നു? ആ ഉറുമ്പ് തൻ്റെ അനുയായികൾക്ക് എങ്ങനെ നിർദ്ദേശം കൊടുക്കുന്നു? ആ ഉറുമ്പിൻ്റെ സംസാരം ഒരു നബി എങ്ങനെ തിരിച്ചറിയുന്നു? ഇങ്ങനെ മരം കൊത്തി, ഹുദുഹുദ് എന്ന് പറയുന്ന മരം കൊത്തി സംസാരിച്ചത് ഖുർആനിലുണ്ട്, അല്ലേ? സബ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം, ആ രാജ്യം ഭരിച്ച രാജ്ഞി ബൽക്കീസ്
ആ ബൽക്കീസിൻ്റെ പാർലമെൻറ്റിലേക്ക് ഒരു കത്ത്, ഒരു ലെറ്റർ, ഒരു മെസ്സേജ്, ഒരു ഹുദുഹുദ് എന്ന് പറയുന്ന ഒരു മരംകൊത്തിയാണ് കൊണ്ടുപോയി ഇടുന്നത്. അങ്ങനെ ആ രാജ്ഞിയും പരിവാരവും ഒന്നടങ്കം ലോകചക്രവർത്തിയായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദർബാറിലേക്ക് കടന്നു വരുന്ന കഥകളൊക്കെ ഖുർആനിലുണ്ട്. അപ്പോൾ ഒരു മരംകൊത്തിയുടെ ഒരു ദൗത്യം, ഒരു ഉറുമ്പിൻ്റെ ദൗത്യം, ഇങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ചരാചരങ്ങളും അതിൻ്റെ ദൗത്യം നിർവഹിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യമാണ്. ഒരു മരം പോലും, ഒരു ഇല പോലും, ഒരു പുല്ല് പോലും അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയണം, നമ്മൾ എത്രമാത്രം ആ ഹബീബിനെ വാഴ്ത്തണം, നമ്മൾ എത്രമാത്രം മദ്ഹ് പാടണം, അല്ലേ? എല്ലാം നൽകപ്പെട്ട വിവേകി എന്ന് നടിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ഇന്നഹു കാന വലൂമൻ ജഹൂല. അവൻ വിവരക്കേട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൻ അക്രമിയായിക്കൊണ്ടിരിക്കുന്നത്, ഈ ലോകത്തിൻ്റെ എല്ലാ താളക്രമങ്ങളെയും അതിൻ്റെ ഒരു ക്രമരഹിതമായ ഒരു ജീവിതം കൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നത് മനുഷ്യനാണ്. അതുകൊണ്ടാണ് മനുഷ്യനെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ആ ഹബീബിനെ തിരിച്ചറിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ തിരിച്ചറിഞ്ഞു, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞാൽ ആ ഹബീബിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അതാണ് മൗലിദിൻ്റെ വരികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തുനബിയെ സ്നേഹിക്കാനും മഹബത്ത് വെക്കാനും ഇത്തിബാഅ് ചെയ്യാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.